എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങൾ കുട്ടികളുടെ പരീക്ഷകളൊക്കെ അടുക്കുന്ന സമയമാണ്. പുതിയ ക്ലാസ്സിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ. ഒരു പുതിയ ക്ലാസ്സിൽ വന്ന് പുതിയ പാഠങ്ങൾ, പുതിയ അറിവുകളൊക്കെ അവർക്ക് ലഭിച്ചതിന് ശേഷമുള്ള ഈ പരീക്ഷകൾ ചിലപ്പോഴൊക്കെ അവരെ ബുദ്ധിമുട്ടിച്ചേക്കാം. കാരണം പുതിയ കോൺസെപ്റ്റുകൾ, പുതിയ തത്വങ്ങളൊക്കെ അവർ പഠിക്കുകയാണല്ലോ. ഈ സമയത്ത് അവർ സ്ട്രെസ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. പോർഷൻസ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. നമുക്കറിയാം, അത് അധ്യാപകർ അത് നിശ്ചയിക്കും. ഈ സമയത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കി അവരുടെ കൂടെ ഇരുന്ന മാതാപിതാക്കളും അധ്യാപകരും അവരെ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് വേണ്ട ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും അധ്യാപകരിലൂടെയും മാതാപിതാക്കളുടെയും നൽകപ്പെടണം. തുടർമാനമായി അവരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന നല്ല കോൺവെർസേഷൻസ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. പലപ്പോഴും കുട്ടികൾ ഒരു പുതിയ ക്ലാസ്സിൽ വന്ന് ആദ്യത്തെ 2-3 മാസം എടുക്കും അവരൊന്ന് അഡാപ്റ്റ് ചെയ്ത് സിസ്റ്റവുമായിട്ട് ഒന്ന് ഇഴുകിച്ചേരുവാനായിട്ട്. എന്നാൽ പലപ്പോഴും സ്കൂളിലെ പ്രഷർ, പോർഷൻ്റെ അമിതമായിട്ടുള്ള ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ കുട്ടികളെ വല്ലാത്ത സ്ട്രെസ്സിലേക്ക് നടത്തുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പരിജ്ഞാനത്തോടുകൂടെ നമ്മുടെ കുട്ടികളെ പഠനത്തിലേക്ക് താല്പര്യത്തോടെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഞാനിന്ന് ഒരു കൂട്ടം കുട്ടികളെ കണ്ട് അവരോട് സംസാരിക്കുവാനിടയായി. ആ ക്ലാസ്സിൽ ഞാൻ ചെന്നപ്പോൾ അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നി. ഒരു കോറസിൽ, ഒരു ട്യൂണിൽ അവർ ആർക്കു വേണ്ടി ഗുഡ് മോർണിംഗ് പറയുകയാണ്. മുഖത്തൊരു പുഞ്ചിരിയില്ല, സന്തോഷമില്ല. അവരെല്ലാവരും ക്ലാസ്സിൽ ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് അവരെ ഞാൻ അത് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൂടെ എന്താണ് കടന്നു പോകുന്നതെന്ന് ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പരീക്ഷയുടെ ചിന്ത, വേറെ പല കാര്യങ്ങളിലുള്ള അവരുടെ ഇൻവോൾവ്മെന്റ്, മനസ്സ് വളരെ കൃത്യമായി ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത അസ്വസ്ഥതകൾ, ഇതൊക്കെ അവരെ പിന്തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ടീനേജ് കഴിഞ്ഞ കുട്ടികളെ. നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കുവാൻ ഈ കാലത്ത് ചില ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും അധ്യാപകരുടെ ഭാഗത്തു നിന്നും തുടർമാനമായ കുട്ടികളെ അവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് അസ്വസ്ഥമാക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അവിടെ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ അസ്വസ്ഥമാകും, അധ്യാപകരും അസ്വസ്ഥമാകും. ഇങ്ങനെ എല്ലാവരും കൂടെ അസ്വസ്ഥമാകുവാൻ തുടങ്ങിയാൽ കുട്ടികളുടെ കാര്യം വലിയ പ്രശ്നത്തിലാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുറ്റം കണ്ടുപിടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അവരെ ബർഡൻ ചെയ്യുന്നതിനപ്പുറമായി അവരെ മനസ്സിലാക്കി കൊടുത്ത് ഗൗരവത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. എന്നാൽ ചില കുട്ടികൾ അത് ഒട്ടും ഗൗരവമായിട്ട് എടുക്കാതെ ഇരിക്കുകയും മാതാപിതാക്കൾക്ക് വല്ലാത്ത സ്ട്രെസ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇവിടെ കുട്ടികളും പരിജ്ഞാനത്തോടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുവാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ അധ്യാപകരും മാതാപിതാക്കളും പരിശ്രമിക്കുമ്പോൾ അവരോട് സഹകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നന്നായിട്ട് പഠിച്ച് നല്ലൊരു വിജയം നിങ്ങൾക്ക് ഈ പരീക്ഷകൾക്ക് ഉണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.